അപ്പം നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് ഏകദേശം ഒരു അങ്കമാലിയോ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴാണ് പായസം ഇങ്ങനെ വിൽക്കുന്നത് കണ്ടത്. പാലടയാന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടനോട് പോയി ഇറങ്ങി വാങ്ങാനൊക്കെ പറഞ്ഞത്. പക്ഷെ അത് അടപ്രഥമനായിരുന്നു കേട്ടോ. അത് കണ്ണന് കൊടുക്കാന്ന് പറയുന്നതേ കുറച്ച് റിസ്ക്കാണ്. എന്നാൽ അവന് പായസത്തിനോടൊരു പ്രത്യേക ഇഷ്ടമാണെന്നേ. എന്താണെന്ന് അറിയില്ല, പായസം എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇഷ്ടക്കൂടുതൽ കൊണ്ട് അവന് കഴിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമ്മൾ വാഗമണ്ണിലേക്ക് പോകുമ്പോഴേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാനായിട്ട് ഫസ്റ്റ് കണ്ടൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആളും കണ്ണൻകുട്ടിയും ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. കല്ല് കണ്ടില്ലേ, ഒരു എക്സ്പ്രഷനും ഒന്നും ഇല്ലാണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ പറയും, കല്ലു ഒന്നും നോക്കടി, ഇതൊന്നും പിന്നെ നീ കാണാൻ പറ്റില്ല, വീട്ടിൽ പോയി കഴിഞ്ഞതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത്. പക്ഷെ ആൾക്ക് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. ആൾ നമ്മളുടെ ഇവിടെ ഇരിഞ്ഞാലക്കുട ടൗണിൽ പോയ ഒരു ഇതിൽ തന്നെയാണ് ആളിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. കണ്ണൻകുട്ടി മാക്സിമം നമ്മളെ തള്ളി ബലം പിടിച്ച് മറച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കാണാൻ യാത്ര കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണോ എന്നുള്ളത്. ബുദ്ധിമുട്ടല്ല, പക്ഷെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായുള്ള പ്രയാസങ്ങളുണ്ട്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വണ്ടിയിലാണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ല. അവരിങ്ങനെ തള്ളി ബലം പിടിച്ചൊക്കെ ഇരിക്കും. പക്ഷെ നമ്മളപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെങ്കിലും നടത്തി കൊടുക്കാനായിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മളും കഷ്ടപ്പാടൊന്നുമല്ല, എന്നാലും നമ്മളും പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിച്ച് അവന് കിട്ടുന്ന സന്തോഷം ഒരുപാടായിരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വലിയ വലിയ സന്തോഷങ്ങളായിരിക്കും. അവരുടെ ലോകം വളരെ ചെറുതാണ്. നമ്മളുടെ പോലെ വിശാലമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അവരുടെ ലോകത്ത്. അവരുടെ ലോകത്ത് എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ പോട്ടെ അല്ലേ.